കിഴക്കൻ സഭയിലെ ഒരു പ്രധാനപ്പെട്ട സഭയായിരുന്ന അലക്സാൻഡ്രിയയിലെ പാത്രിയാർക്കീസ് ആയിരുന്നു വിശുദ്ധ സിറിൽ. ക്രിസ്തുവിന്റെ ഏക വ്യക്തിത്വത്തെ നിരാകരിക്കുന്ന നെസ്റ്റോരിയൂസ് മതവിരുദ്ധവാദത്തെ പ്രതിരോധിച്ചിരുന്ന ഒരു മഹാനായ വിശ്വാസ സംരക്ഷകനായിരുന്നു വിശുദ്ധ സിറിൽ. 431 എഫേസൂസ് സമിതിയിലെ പാപ്പായുടെ പ്രതിനിധിയായി അധ്യക്ഷസ്ഥാനം വഹിക്കുകയും വിശുദ്ധന്റെ പ്രേരണയാൽ ദൈവപുത്രനായ യേശു ഒരേ സമയം ദൈവവും മനുഷ്യനുമാണെന്നും യേശുവിന്റെ മാതാവായിരുന്ന കന്യകാമറിയം ശരിക്കും മാതാവാണെന്നുമുള്ള സിദ്ധാന്തങ്ങളെ വ്യക്തമാക്കപ്പെട്ടു. 444 വിശുദ്ധ സിറിൽ മരണപ്പെടുന്നത്. സഭയിലെ ഏറ്റവും വലിയ വേദപാരഗതന്മാരിൽ ഒരാളായി തിരുസഭ വിശുദ്ധനെ ആദരിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തെ ആസ്പദമാക്കിയുള്ള വിശുദ്ധന്റെ വ്യാഖ്യാന രചന നമുക്ക് ലഭിച്ചിട്ടുള്ള വളരെ അമൂല്യമായ പ്രമാണങ്ങളിൽ ഒന്നാണ്. തിരുസഭയിലെ മഹാന്മാരായ ഗ്രീക്ക് പിതാക്കന്മാരിൽ ഒരാളാണ് വിശുദ്ധ സിറിൽ. ക്രിസ്തുവിന്റെ ഏകത്വത്തെ നിരാകരിച്ച നെസ്റ്റൂരിയോസിനെതിരെ പോരാടുവാനായി ദൈവം അയച്ച ഒരു പരിചയം വീരനുമായിരുന്നു വിശുദ്ധൻ. ഈ മതവിരുദ്ധവാദം വിജയിക്കുകയായിരുന്നുവെങ്കിൽ പരിശുദ്ധ കന്യകാമാതാവിനെ ദൈവമാതാവ് എന്ന് വിളിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. വിശുദ്ധന്റെ രചനകളിലെ അഗാധതയും വ്യക്തതയും കാരണം ഗ്രീക്കുകാർ വിശുദ്ധനെ പിതാക്കന്മാരുടെ മുദ്ര എന്നാണ് വിളിച്ചിരുന്നത്. 32 വർഷത്തോളം റോമിലെ മെത്രാനായിരുന്നതിനു ശേഷം 444 വിശുദ്ധൻ മരണപ്പെടുന്നത്.